ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ഒരിക്കലെങ്കിലും രുചിച്ച് നോക്കേണ്ട ഒരു അടിപൊളി പലഹാരമാണ്. പാൽപ്പായസത്തിന്റെ കൂടെ ആണ് ഇത് നല്ലൊരു കോമ്പിനേഷൻ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ബോളി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ, അതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. എന്നിട്ട് ഇതിനെ 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പാണ് വേണ്ടത്. ഇത് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചതായിരുന്നു. ഇനി ഇത് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പം അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇപ്പം തന്നെ ഞാൻ കണ്ടോ, ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പം അരച്ചു വെച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇത് പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരുവമാവുന്നത് വരെ നമുക്ക് ഇതിനെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു പരുവമായി കിട്ടണം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. ചൂട് പോയതിന് ശേഷം കയ്യിൽ അല്പം നെയ്യോ എണ്ണയോ തൊട്ടിന് ശേഷം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി വെക്കുക. ഇതിപ്പോൾ ഞാൻ ഉരുട്ടിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച മൈദയുടെ മാവുണ്ടല്ലോ, അതെടുക്കുക. അതും ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ബോൾസ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ മാവ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് പലകയിലും നമ്മുടെ റോളറിലും ഒക്കെ ഒന്ന് മൈദപ്പൊടി തൂവി കൊടുക്കുക. എന്നിട്ട് ഓരോ ഉരുളകളും ഇതുപോലെ എടുത്തിട്ട് കയ്യിലൊന്ന് പ്രസ് ചെയ്യുക, മാവിൽ കോട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ അധികം പ്രസ് ചെയ്യാതെ പരത്തിയെടുക്കുക കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫില്ലിങ് പുറത്തോട്ട് വരും. അപ്പോൾ പതുക്കെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. പരത്തിയെടുത്ത ഉടനെ തന്നെ ഇതിനെ ചുട്ടെടുക്കുകയും വേണം കേട്ടോ. പരത്തിയെടുത്ത് ഓരോന്നിങ്ങനെ പരത്തിയെടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യണ പോലെ മേലക്ക് വെക്കാൻ പാടില്ല. അപ്പോൾ ഒന്ന് പരത്തിയെടുക്കുക, അതിനെ ചുട്ടെടുക്കുക, എന്നിട്ട് അടുത്തത് പരത്തിയെടുക്കുക. അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. ഒരു സൈഡ് നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും ചുട്ടെടുക്കുക. അപ്പോൾ നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മധുര പലഹാരമാണ്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ പാൽപ്പായസം ഒഴിച്ച് കഴിക്കുവാണ് ഏറ്റവും നല്ല കോമ്പിനേഷന്. അല്ലാതെ നമുക്ക് വെറുതെ ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.